ഉണ്ണിക്കുട്ടൻ നമ്മളോട് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാനെന്ന്. എന്താ വന്ന് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? അണ്ണനോട് പറഞ്ഞോ? മുഖം കണ്ടിട്ടാണ്ട് അറിഞ്ഞോണ്ട് വന്ന് നിൽക്കുവോ? ആർക്കറിയാം അണ്ണ എന്താ വേണമെന്ന്. എന്തുവായിരിക്കും അണ്ണ? അണ്ണനോട് പറഞ്ഞു അണ്ണ. എന്നോടൊന്നും പറയാൻ എനിക്കറിയത്തില്ല. തോണ്ട് വരുന്നുണ്ട് ഏതാണ്ട് വലിയ പൊതിയൊക്കെ ആയിട്ടാ. അയ്യോ തോണ്ടണ്ട ഇങ്ങോട്ട് വന്നേണ്ണ. എന്ത് പാടാ പോലെ ഇത്? സർപ്രൈസ്. ഇതൊരു വെറൈറ്റി സർപ്രൈസ്. ഇതൊരു വെറൈറ്റി അൺബോക്സിങ് വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി എന്താന്ന് പറയാൻ പറ്റുമോ? എന്തോ സംഭവം ഒന്ന് എന്തോന്ന് പറയാൻ പറ്റുമോ? ആണോ? ആപ്പിൾ ജ്യൂസോ? ഇതോ ഇതെന്തോന്ന് പറയാൻ പറ്റുമോ? പറ. ഉറപ്പായിട്ട് പറയുന്നവർക്ക് ഇതിന്റെ ആദ്യത്തെ അവർക്കാ. കറക്റ്റ് പറയുന്ന ആൾക്ക് ഇത് പൊട്ടിക്കുമ്പോ ആദ്യമേ ഉള്ളത് അവർക്കാ. ഇല്ലയോ? അണ്ണം പറയണ പറ. കഴിക്കാനുള്ളതല്ലോ. എന്തെങ്കിലും പ്രൊഡക്റ്റ് കഴിക്കാനുള്ളതാ. ഞാൻ പറയട്ടെ? പറയാ. എന്തുവാ? അമ്മ പറയട്ടെ? എന്താ തരൂ? എന്തോ ഒന്നും തരത്തില്ല. വായിച്ചു നോക്കിയാ. അപ്പൊ അതുകൊണ്ട് അത് പറയണ്ട. അച്ഛൻ പറ. ശരി, എനിക്ക് മനസ്സിലായി. പറയണ്ട. അയ്യോ ഇവൻ വന്ന് കിടക്കുന്ന മോനെ മണമുള്ളത് വല്ലതും ആണോ? മണമൊന്നുമില്ല. എന്തെങ്കിലും ഒരു സൂചനത. മാറാ. കഴിക്കാനുള്ളതാണോ? കഴിക്കൊന്നുമല്ല. പിച്ചത് എടുത്തേ പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാൻ കേട്ടോ നമുക്ക്. ഞാൻ ഇതിലോട്ട് വെക്കും മോനെ. ഫ്രണ്ട്സിലെ ജയറാം. കടൽ കാറ്റിനുള്ളിൽ. ദൈവമേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ തേര് വന്ന് കേറിയില്ലേ? പിടിക്കുന്നുണ്ട് നോക്കിക്കോ. ചൂടെ പൊട്ടീരണ്ണ. ഞാൻ ഇത് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് അൺബോക്സ് ചെയ്തിരിക്കുന്നത് പോയിട്ട് തുറക്ക്. ഓരോന്ന് തുറക്ക്. എന്തൊക്കെയാന്ന് കണ്ടുപിടിക്ക്. ഇത് പേര ഹൈബ്രിഡ് പേര. റംബൂട്ടാനാണോ? എനിക്ക് റംബൂട്ടാൻ രണ്ടും കണക്കാ. പേരയ്ക്ക. ഇത് നമ്മൾ ഇത് ഫസ്റ്റ് ഇതങ്ങ് എടുക്ക. പൊട്ട എവിടുന്നാണ് ഈ പിച്ചാത്തിയൊക്കെ? ഇത്രയും നല്ലോണം പറയുന്ന പിച്ചാത്തി ആദ്യമേ അഴിക്കാൻ പഠിക്കണം. ഇതെന്താ പറയാ അമ്മയ്ക്ക്? ഇതാണ് അമ്മയ്ക്ക് മറ്റേ ചെമ്പരത്തിക്ക ചക്ക. ചെമ്പരത്തി വരിക്ക ചുമല കളറിലെ. ചെമ്പരത്തി വരിക്ക. ഇതെന്തുവാ? ഒടിച്ചെന്ന് തോന്നുന്നു. റംബൂട്ടാന്റെ മണ്ട ഒടിഞ്ഞാലും കുഴപ്പമില്ല. റംബൂട്ടാനെ മോനെ ഇത് എന്തുവാന്നറിയാ? ഹൈബ്രിഡ് ഇല്ലേ മോനെ? ഹൈബ്രിഡോ എന്തോനെ? അപ്പൊ കറക്റ്റ് നല്ല ബ്രീഡാണ്. രണ്ടാം വർഷം അങ്ങോട്ട് കായ്ക്കും. ഇതല്ല 1-ാം വർഷം കായ്ക്കുന്ന പറഞ്ഞു. അങ്ങനാണോ? റംബൂട്ടാൻ. ദൈവമേ സന്തോഷം. ശ്രീകുട്ടൻ അറിയാമെങ്കിൽ സന്തോഷമായിരിക്കും. അത് കുഴപ്പമില്ല. അത് ഒടിഞ്ഞേ വരത്തുള്ളത്. ഇതെന്തുവാ? ഇതെന്തുവാന്ന് അറിയത്തില്ല. ഇതെന്തുവായിരിക്കും? എവിടുന്ന് കിട്ടി പിച്ചാത്തിയൊക്കെ മുറിയുന്നതാ. എനിക്ക് പേടിയാ വല്ലയിടം കേറി പോയെങ്കിൽ എന്തോ ചെയ്യും. വേണ്ട ഇനി അവിടെ കൂടെ കൊണ്ടുവരും. ഇവിടെ കണ്ടി കൈമാറ്റണേ. പേര ഹൈബ്രിഡ് പേര. നമ്മുടെ പേരമരം കട്ട് ചെയ്ത് പോയത് പുതിയ പേര. നല്ല പേര കേട്ടോ. കണ്ടോ ബഡ് ചെയ്ത പേര. ബഡ് ചെയ്ത പേര സൂക്ഷിച്ച് നമുക്ക് നടണം. അപ്പൊ നമ്മുടെ പേര ഇത് റംബൂട്ടാൻ. റംബൂട്ടാൻ. ഇത് അമ്മയ്ക്ക് ചക്ക. എനിക്കത് മതി.
എനിക്ക് ചക്ക കിട്ടിയാൽ മതി. ചക്ക റെഡ് ഡയമണ്ട് പ്രീമിയം. ഓ നീ അങ്ങനെ ഒന്ന് കളിയാക്കണ്ടേ ഞങ്ങളെ. എനിക്കും കുട്ടൂനും ഡാനിക്കുവാ ചക്ക. അത് ഇവിടെ ഒക്കെ നടാ. ഇത്രയും സ്ഥലം ഉള്ളതൊന്നും പോരായോ? കൊച്ചതാ മോനെ, സൗന്ദര്യം ഉള്ളതാ. ചെറുതാ. അതാ ഫ്രണ്ടിൽ ഇത് ചക്ക, ചുമലച്ചക്ക. പുറമേ ഇത് ഇങ്ങനെ കാണിച്ചേക്കുന്നത് റെഡ് ചക്ക. റെഡ് ചക്ക, റെഡ് ചക്ക. അയ്യോ എനിക്ക് വയ്യ. ഡാ കുട്ടുവേ, ഡാനിയേ, റെഡ് ചക്ക. ഇവന്മാര് കുളമാക്കുവോ? അതെ, ഇതേ ഉള്ളു പേടി. ഇത്ര മേടിച്ചിട്ട് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്ന്. ഇത് സത്യം മോനെ, എന്തോ മേടിച്ചാലും വേണ്ടല്ലോ, ഇതൊക്കെ ആകുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷം. കുറച്ചാൾ മുമ്പേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണമെന്ന്. അതെ, എല്ലാം കുറ്റപ്പെടുത്തല. ഞൊണയും കൊതയും പറയാൻ എന്തോ ഒരു മിടുക്കാ ഞൊണ. ഫുൾ കുറ്റപ്പെടുത്തല. ഇത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു അവര് പറഞ്ഞ് അവര് എന്തുവാ ഇത് അല്ലാതെ നമ്മളോട് നമുക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചാന്ന് പറഞ്ഞു. എന്തുവാ സംഭവം അറിയത്തില്ല. നോക്കട്ടെ. സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. സ്ഥലം കണ്ടുപിടിച്ച് ഇത് നടുന്ന ഐശ്വര്യമുള്ള കൈകൾ കൊണ്ട് ഇത് നടുന്നതാണ് നമ്മുടെ വീഡിയോ. എന്തുവാ മോനെ? നാരകം. എന്തോ നാരകം നോക്കി മോനെ. മാൾട്ട ഓറഞ്ച്. മറ്റേ ഇത് ഓറഞ്ചാ, മറ്റേ മധുരമുള്ള ഓറഞ്ച്. അതല്ല ഇത് മറ്റേ ബേറി സ്വീറ്റ് എന്ന് പറയും. മാൾട്ടയിൽ ഓറഞ്ചാ, അതായത് പച്ചയാണെങ്കിലും ഭയങ്കര മധുരമായി. ഓ പൊളി പൊളി. ഇപ്പൊ നമ്മളിന്ന് ഓറഞ്ച്, ചക്ക, പേര, റംബൂട്ടാൻ ഇതെല്ലാം നമ്മളിന്ന് നടുന്നതായിരിക്കും. കമോൺ, ഐശ്വര്യമുള്ള കൈകൾ ആറാ. നടന്ന വീഡിയോ ഒക്കെ വേണോ? ഇന്നിത് നടുക, വെള്ളം ഒഴിക്കുക, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്നിട്ട് ഇതിന്റെ ആദ്യത്തെ വിളവെടുക്കുന്ന വീഡിയോ കൊടുക്കണം. ചക്കയോട് ഇത്രയും ഭ്രാന്തോ? മതി. വളയൊക്കെ കണ്ടത്, ചക്കയും കിട്ടി വളയും കിട്ടി. എന്താണ് ചക്ക എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾക്ക് ആക്ഷേപം? എന്താ ഔഷധ ഗുണമുള്ളതാണെന്നറിയാം. നിനക്കൊക്കെ മന്തിയും ബിരിയാണിയും മതിയല്ലോ, ചിക്കനും. ഇവിടെ മന്തി ഏറ്റവും തിന്നുന്ന അമ്മയാണ്. അമ്മയാ മന്തി തിന്നുന്നത്. വാ. ഇത് സെപ്റ്റി ടാങ്ക് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടോട്ട് എടുക്ക്. ഇവിടെ ഇങ്ങനെ ഐശ്വര്യപൂർണമായിട്ട്. നമ്മൾ ചുമലച്ചക്ക നടാൻ പോകുന്നു. വടക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി പടിഞ്ഞാറോട്ട് ആംഗ്യം കാണിച്ച് താഴോട്ട് ഒറ്റ കുത്ത്. ഓച്ചയൊക്കെ കിളിച്ച് ഇനി പറിക്കണം. അയ്യോ, ഓസിട്ട് വെള്ളം ഒഴിക്കട്ടെ അണ്ണാ. അതെ, അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പൊ മാന്തി തരും. ഇതെന്നാ ഇത് കാണത്തില്ലേ നമ്മുടെ തെങ്ങും തൈ, അതുപോലുള്ള കുഴി എടുക്കണേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കണ്ടേ, കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ. അടിയിലെന്തോ പെയ്യ വെട്ടിക്ക്. അല്ല കല്ലാണോ? ടാങ്ക് ഇടാ മോനെ. അത് അവിടെ കുഴിക്കാൻ പറ്റത്തില്ല, അവിടെ ഏതോ ഒരു ടാങ്ക് ഉണ്ട്. അപ്പം നമ്മുടെ അപ്പം നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് വേറെ ഒരു കുഴി തപ്പണം. സർവേ ശരിയായില്ല. അതാ എടുത്തു. അപ്പം നമ്മൾ ആ സ്ഥലം സെറ്റായില്ല. അപ്പം നമ്മൾ അടുത്തൊരു സ്ഥലത്തിലേക്ക് നമ്മൾ ചേക്കേറുന്നു. അതെ, നമ്മൾ ഇത് മേടിച്ചത് മറ്റേ നമ്മുടെ അങ്കമാലിയുള്ള മിറക്കിൾ ഫാം ഹൗസിലാണ്. ഓൺലൈനായിട്ടാണ് ഇത് മേടിച്ചത്. മിറക്കിൾ ഫാം അങ്കമാലി മിറക്കിൾ ഫാം ഹൗസ്. അവിടെ കുറെ സാധനമുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് പോകണം ഒരു ദിവസം. വീഡിയോ ചെടി കിട്ടിയായിരുന്നെങ്കിൽ. ചെടി എന്തുവാണ് മോനെ? മോന്റെ പെര പണിത് കഴിയുമ്പോ അകത്ത് വെക്കുന്ന ഞാനും അത് ഓർത്തു പോന്നെ ചിലപ്പോ. അങ്ങനെ ആദ്യം ശക്തിയില്ലല്ലോ കുഴിക്ക്.
ഉണ്ണിക്കുട്ടൻ മേടിച്ച് കുഴിയടാ, ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കുന്ന കാണാം. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ കുഴി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇവിടെ അമ്മ ഇടും. അമ്മയുടെ ചക്ക നടന്നേരിക്കും. തന്തിനെന്തോ തയ്യാറത്തോ. നമ്മളപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു. ആദ്യമേ വെള്ളം വെക്ക്. ഐശ്വര്യമായിട്ട് ഭഗവാനെ എല്ലാ മാസവും ഒരു 10 വെച്ച് തരണം. 10 എത്ര തന്നാലും തിന്നോളാവേ പഴുത്തേക്ക. ദൈവമേ, ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ നല്ലൊരു ചക്ക കാശ് കൊടുത്ത് മേടിച്ച തൈ വെക്കാൻ പോവാണ്. ദൈവമേ അനുഗ്രഹിക്കണേ. ഇപ്പൊ നമ്മുടെ ചക്ക നട്ടിരിക്കുന്നു ഗായ്സ്. നമ്മുടെ ചക്ക നട്ടിരിക്കുന്നു. വളരെ ആഗ്രഹത്തോടു മേടിച്ച ചക്കയാണ് നട്ടിരിക്കുന്നത്. ദൈവമേ, കുറെ ചക്ക ഉണ്ടാവണേ. ഇവിടെ പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണല്ലേ ഉണ്ടോ? അങ്ങനല്ല അതിനെന്താ? അയ്യോ പേടിച്ചു പോയി. വേണ്ടണ്ണ നന്ദ് വരെ കണ്ടിട്ടില്ല. ഒന്നോ ശരി, ടാഗ് എടുക്കാം. ടാഗ് കട്ടി എടുക്കണം, അല്ലെങ്കിൽ ഇല പോകും. ഇത് ചുന്താണി വല്ലതും വെച്ചിട്ടൊന്ന് മറക്കണം. കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ കുഴപ്പമൊന്നും. അപ്പൊ നമ്മൾ ചക്ക ചക്കൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. രാത്രി അടിച്ചാലും രാവിലെ. മണ്ണ് കളയണമായിരുന്നോ മോനെ? അവര് മണ്ണ് കളഞ്ഞിട്ട് അങ്ങനെ വെക്കണം. അങ്ങനെ തന്നെ വെക്കണ്ട. അല്ലെ അതിന്റെ വേരൊക്കെ പോകത്തില്ലേ? അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചോ. ഇച്ചിരി വെള്ളം തണ്ടി പൈപ്പിന്ന്. അമ്മയോടുള്ള സ്നേഹം വയ്യാന്ന് പറയാൻ തടവി കൊടുക്കണം. എപ്പോഴും തടവില്ല, അതിനായി പറയുന്നത്. അതാ എനിക്ക് ഉറങ്ങണമെന്ന്. ഇച്ചിരി ഇങ്ങോട്ട് മാറണ തെങ്ങിന്റെ വീട്ടിന്ന്. അല്ല ആണ്ട അവിടെ, ഇവിടെ ഇവിടെ അവിടെ അല്ല, ആണ്ട അവിടെ അവിടെ. ഈ തൊട്ടാ കളിക്കുന്ന ഉറപ്പുള്ളവര് മാത്രം. അടുത്ത അച്ഛനാണേ നടണ്ടേ. നടിപ്പിക്കാം. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ഗൾഫിൽ പോകാൻ നേരത്ത് എന്തുവാണ് നട്ടിട്ട് പോയേ? എന്ത് കണ്ടിട്ട് പോയെ? വാഴ നട്ടിട്ട് പോയി. കളിച്ചില്ലേ? വാഴ കൊലച്ചു. ദൈവമേ, ഞാൻ എപ്പോഴും അത് കൊലച്ചില്ല. അതാ കൊലയ്ക്ക വെട്ടിക്കളഞ്ഞത് ലാസ്റ്റ്. കൊടുക്കണ്ട. അയ്യോ വേണ്ട. പേരൊക്കെ വെക്കുന്നു. പേര എല്ലാം നട്ടത് അച്ഛനല്ലേ. തെങ്ങും തൈയൊക്കെ അത് കഴിഞ്ഞ്. അതാ തെങ്ങും തേങ്ങ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചെന്തെങ്ങ് കൊണ്ട് വെച്ച് എളുപ്പം കായ്ക്കുന്നു. പക്ഷെ ഇതുവരെ നമ്മ പോയി. അത്രയും മതി. നമ്മ കൊടു വേണ്ട വേണ്ട. ഇത് കിളിച്ചില്ലെങ്കിലോ? അത് കിളിക്കും. കഷ്ടം. വെള്ളം ഒഴിക്കണം. എന്നാ ഒന്നാട് എന്നിട്ട് വെള്ളം ഒഴിക്കാം. നല്ലപോലെ കായ്ക്കണേ. ഇതാലും ഒരെണ്ണം കഴിച്ചിട്ട് പോണം. എവിടാ? അമേരിക്കയിലോ? അടുത്തത്. ദൈവമേ, ആ ഇച്ചിരി മണ്ണ് എനിക്കൊന്ന് കളയണം മോനെ. വേണ്ട വേണ്ട, മണ്ണൊക്കെ പോയി. ഇച്ചിരി വെള്ളം എന്നിട്ടില്ല അതുപോലെ തടവൊക്കെ എടുത്ത് വെള്ളം എടുത്തോണ്ട് പോവാ മോനെ. ഇതാണ്ട് ഇവിടെ നിന്ന് എടുക്കും വെള്ളം പോലും. അതെ അവിടെ നില്ലണ്ണ. അതേണ്ടേ ഇങ്ങനെ നട്ടിട്ട് എപ്പോഴും തന്നെ ഇങ്ങനെ ഒന്ന് ഉറപ്പിക്കണം. അന്നേരം തന്നെ ആയിരുന്നു. ഇവിടെ വെള്ളം വേണേ. തടവിട് മാറ്. ഇതൊക്കെ അമ്മയ്ക്ക് അറിയാം. അച്ഛനങ്ങും അതൊന്നും അത്ര വശമല്ല മോനെ. അച്ഛനൊന്നും പറയാനില്ല. ജോലി കൂടിയല്ലോ. ആ അച്ഛനൊഴിച്ചു. ഞാനാ ഇവിടെ എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ബാലി ഫ്രൂട്ട്. ബാലി ഫ്രൂട്ടിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ആയിരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാ ഇച്ചിരി കൊണ്ടൊഴിക്കണേ. അതെ. എന്ത് മതി? പേരയല്ലയോ? വേണ്ട. അടിപൊളി പുകച്ചില്ല. ഒത്തിരി വേണ്ട. റംബൂട്ടാൻ അമ്മ വെക്ക്. അച്ഛൻ വെക്ക് റംബൂട്ടാൻ. അച്ഛൻ റംബൂട്ടാനും നട്ടു. ദൈവമേ, അച്ഛൻ റംബൂട്ടാൻ നടാൻ പോന്നേ. അഴിച്ച് കെട്ടി. ഒന്നുകൂടെ കാണിച്ച്. ഇവിടെ വാ. ഒന്ന്
കൊള്ളാം. ഇനി ഇപ്പുറത്ത് വരണേ. ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ചെരുപ്പൊക്കെ ഊര് കിഴക്കോട്ടല്ലേ അല്ല, കിഴക്കോട്ട്. ഇനി സൂര്യൻ പടിഞ്ഞാറായി. ചെരുപ്പൊക്കെ ഊര്. ആ 12 മണി ദിക്ക് മാറി 12:30 അങ്ങോട്ട് പോയായിരുന്നു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട്. ദൈവമേ, അപ്പം റംബൂട്ടാൻ എന്റെ കുഞ്ഞുങ്ങൾക്കും പിള്ളേർക്കും എല്ലാം മുന്നിലെ പിള്ളേർക്കെല്ലാം കൊടുക്കാം. നാട്ടുകാർക്കെല്ലാം അതെ, കഷ്ടം. റംബൂട്ടാൻ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ജീവനാണ്. നമ്മൾ റംബൂട്ടാൻ തപ്പി നടക്കും. ഇതങ്ങ് വളർന്നാ മതി. രാജ റംബൂട്ടാൻ കിളിച്ചാ മതി. ഉറപ്പിരിയാൻ മുമ്പേ പറഞ്ഞു കൂട്ട്. ആ ഉണ്ട് അങ്ങനെ. ആ, വെള്ളം കൊടുക്കടാ മോനെ. ഇങ്ങനാണോ ഉണ്ണിക്കുട്ട വെള്ളം ഒഴിക്കുന്നത്? പിന്നെങ്ങനെ അതിന്റെ ചെവിട്ടിലോട്ടൊന്ന് നനച്ചു കൊടുക്ക്. ഇങ്ങനല്ലേ ആ, ഒരു മനുഷ്യൻ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ അതിനെ പരിപാലിക്കേണ്ടത്. ഗ്ലാസ് അതോടെ ഇങ്ങനെ ആ, മാറ് വേണ്ട. ഇങ്ങനെയാണോ അമ്മ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം? അത് ഗ്ലാസ്സിൽ അത് കുളിപ്പിക്കുവാണല്ലോ ഇല്ലയോ? കണ്ടോ ഇങ്ങനെ തടവെടുക്കണം. വെള്ളം ഒഴിച്ചപ്പോ കൈ വെച്ചെന്നേ ഉള്ളൂ. തടവെടുക്കണം. നമ്മൾ അതോടെ തീർന്നിരിക്കുന്നു. നമ്മളെപ്പോഴും നമ്മുടെ സൈഡിൽ കൂടെ വൃത്തിയെ സൂക്ഷിക്കുക. ഫുൾ ഇത് നമ്മൾ മാറ്റുന്നതായിരിക്കും. ഇനി നമ്മളെന്ത് തടവെടുക്കാൻ മേടിക്കുക അമ്മ ഇല്ലയോ? അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ വന്നാ ബാ തടവിട്. ഇതാണ്. ഇനി നമ്മൾ ഓരോരോ ചെടി വെറൈറ്റി മേടിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ഫലം തരുന്ന ആ ചെടി വല്ലതും ഉണ്ടോ അമ്മേ? ഇപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ? ഓ ഇല്ല. ഇതിന്റെ വലുത് മേടിക്കണമല്ലേ? ഓൾറെഡി കിളിച്ച് കായായി നിൽക്കുന്നേ. അതെ. തടവൊക്കെ എടുക്കാൻ അറിയാം കേട്ടോ. ആച്ചാ ഗൾഫിൽ സീനല്ലായിരുന്നു എണ്ണപ്പാടത്ത്. അവിടെ നിൽക്കാൻ കാര്യമല്ലോ, പൊട്ടിച്ചോണ്ട് പോയി. എത്ര കിടക്കുന്നുണ്ടാ പോലും മോനെ. എന്താണെ കാറ്റും മഴയും മിന്നലും ഭയങ്കര മഴ. ഇതെല്ലാം പ്രശ്നങ്ങളാ. അപ്പോൾ നമ്മൾ പണിയെടുത്ത് വയ്യ. എല്ലാ കുഴിയും ഞാനാ കുഴിച്ചേ. അപ്പം നമ്മൾ ഈ ചാമ്പയ്ക്ക, പേരയ്ക്ക, എന്തോ ഞാൻ കേട്ടില്ല. അല്ല കാര്യം എന്തോ കുഴിച്ചോ കാറെ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. മാവേലല്ല, നന്ദുവിനെ വിട്ട് മാവേലിക്കരെ നാവും പോലും മേടിച്ചില്ല. വെയിലായിരുന്നു അതുകൊണ്ടാ. അപ്പം പിന്നെ പോട്ടെ, ഇന്നലെ നമ്മള് കളിക്കാൻ പോയതുകൊണ്ട് പേരയ്ക്ക, എന്തുവാ ബാലി ഓറഞ്ച്, പിന്നെ റംബൂട്ടാൻ, ചക്ക, ഇതെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം കിളിക്കുമെന്ന് കിളിക്കണേന്ന് പ്രാർത്ഥന. ഒരു വെറൈറ്റിയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് റെഡും ഒരിടത്ത് യെല്ലോ കളർ, വേറെ ഭാഗത്ത് പച്ച. ബോക്കോ അങ്ങനല്ല, മൊത്തം റെഡ്. വെറൈറ്റി ഇത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചേ. സംഭവിച്ചത് നമ്മൾ പരസ്യം ഒന്നുമില്ല. എന്നാൽ പോലും എല്ലാ സാധനവും ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചെടിയല്ലേ ഓൺലൈനായിട്ട് മേടിച്ച് നോക്കുന്നത്. ഫ്രൂട്ട്സ്, അത് ഇത്ര തൈകളൊക്കെ അവിടെ വെറൈറ്റി ആണ്. നമുക്ക് അതാ ഒരു വിശ്വാസം അടിപൊളിയായിരിക്കുമെന്ന്. അപ്പൊ അതൊക്കെ വിട്ട് നമ്മൾ ഇതിന്റെ വിളവെടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇല്ലേ? കിളിക്കണേന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളൊരു 3 വർഷത്തിന് മുമ്പ് ഇത് വില ചോദിച്ചാണ്. അവിടെ വെച്ച് ഞങ്ങളുടെ പൈസക്ക് ചെറിയ പ്രോബ്ലം വന്ന് കാരണം മാനാത്ത് ഒരു കട റംബൂട്ടാന് ഇത്രയുള്ള തൈക്ക് 500 രൂപ പറഞ്ഞു. അതിന്റെ സമയമായപ്പോ ആ സാധനം വന്നിട്ടുണ്ട്. ശരിയാ, മനസ്സറിയാതെ വന്നു ഭഗവാൻ. പക്ഷെ അത്രയും വിലയൊന്നും ഇവിടുന്ന് മേടിച്ചില്ല. അത്രയും അന്ന് ഞാനും അച്ഛനും കൂടെ അതിലും വലിയ വിറ്റ്. ഒരു ബൊഗേം വില്ലയുടെ പോയി വില ചോദിച്ചപ്പോ 5500. ഇവിടെ തിരുവല്ലയില. അയ്യോ വിട്ടിട്ട് ബൊഗേം വില്ല വേണ്ട, വല്ലയിടത്തുനിന്ന് കമ്പടിച്ചോണ്ട് വെക്കാം. അല്ല, 5-6 കളറ് ഒറ്റ എണ്ണത്തേലും അങ്ങ് പന്തലിച്ച് കിടക്കുമായിരുന്നു. 5000 രൂപ എന്ന് കേട്ടപ്പോഴേ വണ്ടി മാവേലിക്കരെ വന്നു. നമ്മള് ഒറ്റ വീട്ടില് നമ്മൾ ഈ കഷ്ടപ്പെട്ട ഫലം തരുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ ഭയങ്കര വെയിലത്ത് അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ. വയ്യാമ എനിക്ക് തളരുന്നു. കുഞ്ഞിന്റെ കണ്ണ്